എന്റെ പ്രിയപ്പെട്ട തങ്ങള് കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോഴും ഏറ്റവും കൂടുതൽ വയസ്സായ ഒരു തങ്ങളാണ് ഞാൻ. എന്നെ കണ്ട വയസ്സ് തോന്നിക്കൂലെങ്കിലും 10-75 വയസ്സ് ഏകദേശം എനിക്കായിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകട്ടെ. ഈ തങ്ങള് എന്ന് പറഞ്ഞ ആരാണ്? മുസ്ലിയാക്കന്മാർക്ക് എല്ലാവർക്കും തങ്ങളോട് വലിയ ബഹുമാനമാണ്. അപ്പൊ തങ്ങന്മാര് വിചാരിക്കാൻ ഞങ്ങൾ ഏതോ വലിയ ആളുകളാണ്. അതല്ല, അത് അവരുടെ കാര്യത്തിന് നമ്മളെ ബഹുമാനിക്കുന്നതാണ്. അവര് കൈപിടിച്ചു മൊത്തം അവര് നമ്മളെ വളരെയധികം ബഹുമാനിക്കും, ആദരിക്കും. അതൊന്നും കണ്ടിട്ട് ഈ തങ്ങന്മാര് കുട്ടികളെ അഹങ്കരിക്കരുത്. അത് അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി അവര് ചെയ്യണ. ആ കൂലി അള്ളാഹിനോട് പറഞ്ഞിട്ട് അവര് പേടിക്കുകയും ചെയ്യും. അത് എന്തുകൊണ്ട്? നമ്മളൊരു തങ്ങളായതുകൊണ്ട്. ആരാണ് ഈ തങ്ങളെ? മൂസൽ കാളിം തങ്ങളുടെ 7ാമത്തെ പുത്രനായ മഹ്മൂദ്, സയ്യിദ് മഹ്മൂദ്. അന്ന് ബുഖാരി ആയിട്ടില്ല. അദ്ദേഹം ഖുറാസാനിലെ ഷെറദി എന്ന ഗ്രാമത്തിലേക്ക് മതപ്രബോധനത്തിന്, അതിനോട് ഇടയിൽ കുറെ ചരിത്രമുണ്ട്, അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം ഖുറാസാനിലെ ഷെറദി എന്ന ഗ്രാമത്തിലേക്ക് ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി പോകുകയാണ്. അവിടെ ചെന്നപ്പോ അവിടെ റാഫളീങ്ങളാണ്, തീയിനാരാധിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പൊ ഈ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചരണവുമായി ചെന്ന മഹ്മൂദ് എന്ന് പറയുന്ന സയ്യിദ് മഹ്മൂദുൽ കാളിമിക്ക് രാജാവിന്റെ എതിർപ്പ് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ രാജ സദസ്സിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിന്റെ ഈ പ്രവർത്തനത്തിന്റെ കാതലെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളും ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുമാണ് എന്ന് പറഞ്ഞപ്പോ രാജാവ് തന്ത്രം പ്രയോഗിച്ചാണ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ നബിയുടെ പ്രവാചകന്റെ കുടുംബക്കാരനാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അവരെ തീ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അഗ്നി അവരെ ഒരിക്കലും ദ്രോഹിക്കുകയില്ല. അതുകൊണ്ട് നീ തങ്ങളായ സാദാത്താണെങ്കിൽ, സയ്യിദാണെങ്കിൽ, അഹ്ലു ബൈത്താണെങ്കിൽ നിന്നെ തെയ്യ് തൊടൂല. അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി നിന്നെ ഇടുകയാണ്. അങ്ങനെ കത്തിജ്വലിച്ച് വർഷങ്ങളോളം കത്തിജ്വലിച്ചു കൊണ്ടിരുന്ന ആ ഷെറദിലെ തീക്കുണ്ടാരത്തിലേക്ക് മഹ്മൂദുൽ കാളിമിയെ ആ ഗുഹയിലിട്ടടക്കുക. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഗുഹ തുറന്നപ്പോൾ തങ്ങൾ സുജൂദിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. തന്നെയുമല്ല, അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ചന്ദനം പുകയുന്ന, ഊത് പുകയുന്ന, സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന സ്മെല്ലുകൾ ആ പ്രദേശം മുഴുവൻ പരന്നു. ജനങ്ങളെല്ലാവരും ഓടിക്കൂടി, ബുഖൂർ, നീ ബുഖാരിയാണ്, നീ വെറും ഒരു തങ്ങളല്ല, നീ ബുഖാരിയാണ്. രാജാവും പറഞ്ഞു, ബുഖാരിയാണ് നീ. അങ്ങനെയാണ് ബുഖാരി ആയത്. ബഹുമാനപ്പെട്ട കോയമ്മ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം തങ്ങൾ അവர்கள் നമ്മോട് അല്പം സംസാരിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട നിജാമി ഉസ്താദിന്റെ സാരവർഗമായ പ്രഭാഷണവും ദുആയും ഉണ്ടാകും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഭിവന്ദനരായ സാദാത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സദസ്സിലും വേദിയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹൂം സയ്യിദ് കോയമ്മ തങ്ങൾ ഉദ്ദാരമി ബുഖാരി എന്റെ മൂത്താപ്പായുടെ മകനാണ്. അദ്ദേഹം വഫാത്താകുന്നതിന് 1 മണിക്കൂർ മുൻപ് ഞാൻ അദ്ദേഹത്തിന്റെ ചാരത്ത് ഉണ്ടായിരുന്ന ആളാണ്. എല്ലാം കഴിഞ്ഞ് ഇന്നലെ 2 ദിവസം മുമ്പ് എല്ലാ പരിപാടികളും അവസാനിക്കുന്നത് വരെ തഹ്ലീലും തക്ബീറും തസ്ബീഹും ഒക്കെമായി ബുർദയും അതുപോലെ മൗലിദുകളും ഒക്കെയായി നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പതിയെ നമ്മളിൽ നിന്നും ആയ ഓർമ്മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തങ്ങള് എന്ന് പറഞ്ഞ ആരാണ്? മുസ്ലിയാക്കന്മാർക്ക് എല്ലാവർക്കും തങ്ങളോട് വലിയ ബഹുമാനമാണ്. അപ്പൊ തങ്ങന്മാര് വിചാരിക്കാൻ ഞങ്ങൾ ഏതോ വലിയ ആളുകളാണ്. അതല്ല,
അത് അവരുടെ കാര്യത്തിന് നമ്മളെ ബഹുമാനിക്കുന്ന അവര് കൈപിടിച്ചു മൊത്തം അവര് നമ്മളെ വളരെയധികം ബഹുമാനിക്കും, ആദരിക്കും. അതൊന്നും കണ്ടിട്ട് ഈ തങ്ങന്മാര് കുട്ടികളെ അഹങ്കരിക്കരുത്. അത് അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി അവര് ചെയ്യണ. ആ കൂലി അള്ളാഹിനോട് പറഞ്ഞിട്ട് അവര് പേടിക്കുന്നത്. അത് എന്തുകൊണ്ട്? നമ്മളൊരു തങ്ങളായതുകൊണ്ട്. ആരാണ് ഈ തങ്ങളെ? കൂളിമുട്ടത്ത് എങ്ങനെയാണ് തങ്ങന്മാര് വന്നത്? കോയമ്മ തങ്ങൾ ആരായിരുന്നു? അതല്ലെങ്കിൽ എന്റെ വാപ്പ കൊച്ചുകോയത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ ആരായിരുന്നു? ഈ കൂളിമുട്ടം പ്രദേശത്ത് തങ്ങന്മാർ എങ്ങനെ വന്നു? ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊന്നും ആരും പറയാറില്ല, കേൾക്കാറുമില്ല. എല്ലാ വിഷയത്തിലും തങ്ങന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവരിടങ്ങേറാക്കാനും ആരും മെനക്കെടാതിരുന്നിട്ടില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട തങ്ങള് കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോഴും ഏറ്റവും കൂടുതൽ വയസ്സായ ഒരു തങ്ങളാണ് ഞാൻ. എന്നെ കണ്ട വയസ്സ് തോന്നിക്കൂലെങ്കിലും 10-75 വയസ്സ് ഏകദേശം എനിക്കായിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്നുള്ള ജനങ്ങളുടെ, ഞാൻ ഇവിടെ ചരിത്രം പറയുമ്പോ എന്നെക്കാളൊക്കെ വളരെ ചരിത്രങ്ങൾ പഠിച്ചവരും ഉസ്താദുമാരുടെ ഉസ്താദുമാരല്ല അവരുടെ ഉസ്താദുമാർ, ഇവിടെ ഇരിക്കുന്ന ചെറിയ ഒരു പറ്റം ഉസ്താദുമാരുടെ ഉസ്താദുമാർ. അപ്പൊ അവരുണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ആ ചരിത്രം പറഞ്ഞത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വളരെ ചുരുക്കി പറയണേ, എനിക്ക് അധ്യക്ഷൻ കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളത്. കർബലയിൽ വെച്ചുള്ള യുദ്ധം നിങ്ങൾക്കറിയാം. ആ കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാണ്. ശംറന്ന യുദ്ധവീരന്റെ ഖഡ്ഗമേറ്റുകൊണ്ട് നെറ്റിയിൽ തറച്ച അമ്പ് മരണത്തിന് കാരണമാക്കി. റളിയല്ലാഹു അൻഹുവിന്റെ ഞങ്ങളുടെ ഒക്കെ വല്ലിപ്പ എന്ന് പറയുന്ന ആ മഹാന്റെ തലയറുത്ത് തലയിൽ വെച്ച് ഇറാഖിന്റെ തെരുവിലൂടെ ഒരു വിഭാഗം ആളുകൾ പോയി. പുറത്താരുമല്ല, നസ്രാണികളോ നമ്പൂരികളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഒന്നല്ല. ആ ഭാഗം നമ്മൾ പറയുന്നില്ല. ഇതൊരു കറുത്ത അധ്യായമാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിൽ അവശേഷിച്ച ഏക കുട്ടിയാണ് സൈനുൽ-ആബിദീൻ. ആ സൈനുൽ-ആബിദീൻ തങ്ങളുടെ പരമ്പരയാണ് തങ്ങന്മാരെന്ന് പറയുന്ന അഹ്ലുൽ ബൈത്ത്. തങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. മറ്റൊരു സ്ഥലത്തും തങ്ങൾ എന്നുള്ള പ്രയോഗമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്? അറിവുള്ളവരും ജ്ഞാനികളും ദൈവവിശ്വാസികളും ഒക്കെ ആയ കൃഷിവൈദ്യന്മാര് പണ്ട് മുതലേ വിളിച്ചു പോന്നിരുന്നതാണ് തങ്ങൾ. ഹിന്ദുക്കളിലും ആ പ്രയോഗം ഉണ്ടായിരുന്നു. ഇവിടെ തങ്ങന്മാര് വന്നപ്പോൾ അവരൊക്കെ പണ്ഡിതന്മാരും പ്രബോധകരും നല്ല മനുഷ്യരുമായതിന്റെ പേരിലാണ് അവരെ തങ്ങൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇപ്പൊ മാപ്പിള എന്ന് വിളിക്കുന്നതും നമ്മൾക്ക് എന്തുകൊണ്ടാണ് മാപ്പിള എന്ന സമുദായത്തെ വിളിക്കുന്നത്? അവര് മഹാപിള്ളമാരായിരുന്നു. മാഫല്ലാഹ് കർഷകേതരർ, കൃഷിക്കാരേക്കാൾ കൂടുതൽ കച്ചവടക്കാരായിരുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. മഹാപിള്ള ആണ് മാപ്പിളയായി ലോപിച്ചതെന്നാണ് വലിയൊരു അഭിപ്രായം. അപ്പൊ ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർ നൽകിയതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ടുകൊണ്ട്. അത് തന്നെയാണ് തങ്ങന്മാർക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സൈനുൽ-ആബിദീൻ തങ്ങളുടെ 5ാമത്തെ പുത്രനാണ് മൂസൽ കാളീം തങ്ങള്. അദ്ദേഹത്തിന്റെ 10ാമത്തെ പുത്രനാണ് മുഹമ്മദുൽ ബുഖാരി എന്ന് പറയുന്ന മഹമ്മൂദ്, സയ്യിദ് മഹ്മൂദ് കാളിമി എന്ന ഗോത്രത്തിന്റെ പേര് കാളിമി എന്നാണ്. കാരണം മൂസൽ കാളിം തങ്ങളുടെ പരമ്പരയിലേക്ക് ചേർത്തുകൊണ്ട് ബുഖാരി കബീലയെ പണ്ട് പഠിച്ചിരുന്നത് കാളിമി കബീല എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പേരും കൂടി ബുഖാരി കബീലക്കുണ്ട്. ആ പേര് ജലാലി എന്നാണ്. ബാക്കിർ. ആ ഉപ്പാപ്പാക്ക് ഒരു പേരുണ്ടായിരുന്നു, ജലാലി എന്നാണ് എല്ലാവരും ജലാലുദ്ദീൻ എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ദീനീ പ്രവർത്തനത്തിന്റെ അതുകൊണ്ട് ജലാലി എന്ന് പറഞ്ഞിട്ടും ഈ കബീലയെ അറിയപ്പെട്ടിരുന്നു. അപ്പൊ പിന്നീടാണ് അവർ സൗദി അറേബ്യയിൽ നിന്നും ഒരു കൂട്ടര് യമനിലേക്കും മറ്റൊരു കൂട്ടര് ഇറാഖിലേക്കും യാത്രയായി. ഇറാഖിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇവര് ബുഖാറയിലും സമർക്കന്ദിലുമൊക്കെ എത്തിപ്പെട്ടത്. അതായത് മൂസൽ കാളിം തങ്ങളുടെ 7ാമത്തെ പുത്രനായ മഹ്മൂദ്, സയ്യിദ് മഹ്മൂദ്, അന്ന് ബുഖാരി ആയിട്ടില്ല. അദ്ദേഹം ഖുറാസാനിലെ ഷെർദി എന്ന ഗ്രാമത്തിലേക്ക് മതപ്രബോധനത്തിന്, അതിനോട് ഇടയിൽ കുറെ ചരിത്രമുണ്ട്, അങ്ങനെ പറയുന്നില്ല.
അദ്ദേഹം ഖുറാസാനിലെ ഷെറദ് എന്ന ഗ്രാമത്തിലേക്ക് ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി പോകുകയാണ്. അവിടെ ചെന്നപ്പോ അവിടെ റാഫളീങ്ങളാണ്, തെയ്യനാരാധിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പൊ ഈ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചരണവുമായി ചെന്ന മഹമ്മൂദ് എന്ന് പറയുന്ന സയ്യിദ് മഹമ്മൂദുൽ കാളിമിക്ക് രാജാവിന്റെ എതിർപ്പ് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ രാജ സദസ്സിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിന്റെ ഈ പ്രവർത്തനത്തിന്റെ കാതലെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളും ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുമാണ് എന്ന് പറഞ്ഞപ്പോ രാജാവ് തന്ത്രം പ്രയോഗിച്ചാണ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ നബിയുടെ പ്രവാചകന്റെ കുടുംബക്കാരനാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അവരെ തീ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അഗ്നി അവരെ ഒരിക്കലും ദ്രോഹിക്കുകയില്ല. അതുകൊണ്ട് നീ തങ്ങളായ സാദാത്താണെങ്കിൽ, സയ്യിദാണെങ്കിൽ, അഹ്ലുബൈത്താണെങ്കിൽ നിന്നെ തെയ്യ് തൊടൂല. അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി നിന്നെ ഇടുകയാണ്. അങ്ങനെ കത്തിജ്വലിച്ച് വർഷങ്ങളോളം കത്തിജ്വലിച്ചു കൊണ്ടിരുന്ന ആ ഷെറദിലെ തീക്കുണ്ടാരത്തിലേക്ക് മഹമ്മൂദുൽ കാളിമിയെ ആ ഗുഹയിലിട്ടടക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഗുഹ തുറന്നപ്പോൾ തങ്ങൾ സുജൂദിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. തന്നെയുമല്ല, അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ചന്ദനം പുകയുന്ന, ഊത് പുകയുന്ന, സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന സ്മെല്ലുകൾ ആ പ്രദേശം മുഴുവൻ പരന്നു. ജനങ്ങളെല്ലാവരും ഓടിക്കൂടി, ബുഖൂർ, നീ ബുഖാരിയാണ്, നീ വെറും ഒരു തങ്ങളല്ല, നീ ബുഖാരിയാണ്. രാജാവും പറഞ്ഞു, ബുഖാരിയാണ് നീ. അങ്ങനെയാണ് ബുഖാരി ആയത്. അല്ലാതെ ബുഖാറ എന്ന സ്ഥലത്ത് നിന്ന് നാമകരണമാണെങ്കിൽ ബുഖാരി എന്നല്ലേ പറയുള്ളൂ, അല്ലേ? അങ്ങനല്ലേ ഗ്രാമർ? ബുഖാരി എന്ന് മാത്രം പറയുള്ളൂ. അപ്പൊ ബുഖാരി എന്ന് പേര് കിട്ടാനുള്ള കാരണം ഇതാണ്. ഇദ്ദേഹത്തിന്റെ 5ാമത്തെ പുത്രനാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി. അദ്ദേഹമാണ് വളപട്ടണത്തെത്തി അവിടുത്തെ കാളി ഇബ്രാഹിം എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ കാളി ഇബ്രാഹിം അദ്ദേഹത്തെയും പത്നിയെയും, കുട്ടികളില്ല, അദ്ദേഹത്തിന്റെ പത്നി മാത്രമേ ഉള്ളൂ, മറ്റുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും സ്വീകരിക്കുകയും കണ്ണൂര് അവർക്ക് പ്രത്യേകമായ താമസ സൗകര്യം ഒരുക്കുകയും അവര് ദീനി പ്രചരണത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇത് ഏകദേശം 1600 കാലഘട്ടത്തിലാണ്. 1498 വാസ്കോഡി ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി വളപട്ടണത്ത് വരുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സയ്യിദാണ്. കേരളത്തിൽ അതുവരെ തങ്ങന്മാര് എന്ന് പറഞ്ഞിട്ടൊരു വർഗം വന്നിട്ടില്ല. അപ്പൊ ചരിത്രകാരന്മാരെല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തെ ആദ്യത്തെ കബീല അത് ബുഖാരിയാണ്, അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 2 വർഷം കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയും വീണ്ടും അദ്ദേഹം കാളി ഇബ്രാഹിമിന്റെ മകളെ പത്നിയായി സ്വീകരിക്കണമെന്നുള്ള ഇബ്രാഹിം കാളിയുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിക്കുകയും അതിലുണ്ടായ ഇസ്മായിൽ എന്ന് പറയുന്ന ഇസ്മായിൽ ബുഖാരി ഏക മകൻ കൊച്ചിയിൽ ചെമ്പിട്ടവള്ളിയുടെ വടക്ക് ഭാഗം ഇപ്പോൾ മറമാടി കിടക്കുന്ന ആ മക്ബറയിലുള്ള ഇസ്മായിൽ ബുഖാരി, അദ്ദേഹത്തിന്റെ മകന്റെ മകൻ ഇസ്മായിൽ സഗീർ, അവരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് കോയമ്മത്തങ്ങൾ മർഹൂം. ഹാഷിം തങ്ങളും അത് തന്നെ. ഹാഷിം തങ്ങളുടെ പരമ്പരയും അത് തന്നെ. ഉദ്ദാറത്തായിരുന്നു അവരാദ്യം. കാസർഗോഡുള്ള ഉദ്ദാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നേരെ പുതിയകാവിൽ വന്നാണ് കൊച്ചി വഴി. അതുകൊണ്ട് ഉദ്ദാറത്തുപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് തങ്ങള് പുന്നക്കര് ബസാറിലെ തൈക്കാവിൽ മറമാടി ഇപ്പോഴും അവരുടെ മക്ബറ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണ് മുത്തുത്തങ്ങളുടെ വാപ്പ കുഞ്ഞിക്കോയത്തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് മുത്തുത്തങ്ങൾ. മുത്തുത്തങ്ങളുടെ മകനാണ് നമ്മുടെ മർഹൂം മരിച്ചുപോയ സയ്യിദ് കോയമ്മത്തങ്ങൾ.
അങ്ങനെയാണ് കോയമത്തങ്ങളുടെ പരമ്പര. ഞാൻ ഈ സിൽസില എടുത്ത് നജീബ് സക്കാഫിയെ കാണിച്ചപ്പോ സക്കാഫി പറഞ്ഞു എല്ലാ സംശയവും തീർന്നു. ഞാൻ പറഞ്ഞു സംശയിക്കേണ്ട നിങ്ങള്, നമ്മളൊക്കെ ഇതിൽ എല്ലാത്തിലും പലവിധ കിതാബുകളിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അഹമ്മദ് കോയ ശാലിയാത്തിയുടെ പ്രത്യേക 10 പണ്ഡിതത്തിനിടയിൽ ബുഖാരികളെ തങ്ങന്മാരല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്നു. പിന്നീട് അവരത് തിരുത്തി അഹമ്മദ് കോയ ശാലിയാത്തിയുടെ 10ഓടുകൂടി അത് റദ്ദ് ചെയ്തു. അദ്ദേഹത്തിനെ പറ്റിയ വലിയൊരു അബദ്ധമാണ് എന്ന് പറയുകയും അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് തങ്ങന്മാര് എന്ന് പറയുന്ന അവരിവിടെ ചെയ്തത്. അവരെ തങ്ങൾ എന്ന് പേരിട്ടത് മലയാളികളാണ്. അവരെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയും, സാദാത്യങ്ങൾ എന്ന് പറയും. പിന്നെ ഒരുപാട് തങ്ങന്മാരെങ്ങനെയൊക്കെ ജീവിച്ചാലും ശരി, അവസാനം അവര് നല്ല മാർഗത്തിലല്ലാതെ മരിച്ചു പോകുന്നത് നമ്മൾ ദർശിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ കബീലയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ടോ? അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, അതാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല. തങ്ങൾ ഒരിക്കലും അബ്തറാവൂല. അത് ഖിയാമത്ത് വരുന്ന അത് യാതൊരു സംശയമില്ല. ഖുർആൻ നസ്സാണ്. ഇവിടെയുള്ള പണ്ഡിതന്മാര് അത് വിവരിച്ചു തരും, ഞാനത് വിവരിക്കാതെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതും ഇതുപോലെ തന്നെയാണ്. കൊച്ചിയിൽ നിന്നും ഇസ്മായിൽ ബുഖാരിയുടെ ചെറുമകൻ പാടൂരേക്ക് കടപ്പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് കറുകച്ചാലിലെ അഹമ്മദ് കുട്ടി ഹാജി അദ്ദേഹത്തെ കാണുന്നത്. അന്ന് പ്രമാണിമാരുടെ മുമ്പിലൂടെ കോട്ടും ഷർട്ടും ഇതുപോലെ ഒന്നും നടക്കാൻ പറ്റില്ല. അവര് ഉടനെ പിടിച്ചു കെട്ടും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പൊ തങ്ങള് കോട്ടും ഷർട്ടും തലയെക്കെട്ടും വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ ആയിട്ട് നടക്കണ കണ്ടപ്പോ ആ മുട്ടിയാജി അദ്ദേഹത്തെ അവരുടെ തൊഴിലാളികളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചുകൊണ്ടാണ്. നിങ്ങൾ അവിടെ പോണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എന്റെ അമ്മാവന്മാരെ കാണാൻ വേണ്ടി തങ്ങളാണോ? അതെ. അപ്പൊ അദ്ദേഹം ഒരു കരിക്കടിക്കാൻ പറഞ്ഞു. കരിക്കിട്ടപ്പോ തങ്ങള് പറഞ്ഞു, ഈ കരിക്ക് എനിക്ക് വേണ്ട, ഇതിലൊരു മീനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന്റെ വെള്ളം കുടിക്കില്ല. അപ്പൊ ആ മുട്ടിയാജിക്ക് വല്ലാത്തൊരു വിഷമമായി. എന്നാ അതുകൂടി വേറെ ആരും കൊടുക്കുന്നത്. അങ്ങനെ ആദ്യം ഇട്ട കരിക്ക് ചുരുക്കി പറയണ ഞാൻ അത് ചെത്തിയപ്പോ ചെറിയൊരു പൂച്ചുടി, നമ്മള് തുപ്പിലൂടി എന്നൊക്കെ പറയുന്നത്, അതിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഓടിക്കളിക്കണ കണ്ടോടുകൂടി അഹമ്മദ് കുട്ടിയാജിക്ക് ഭയങ്കര അത്ഭുതവും. അത് അദ്ദേഹത്തിന്റെ ഒരു ക്രാമത്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കറുകച്ചാലിൽ നിന്ന്, അന്ന് കറുകച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും കൊലയും അധികാരമുള്ള ഒരു കുടുംബം. അത്ര വലിയൊരു രാജഭരണമുള്ള 12,000 ഏക്കർ ഭൂമിയുള്ള ഒരു കുടുംബം. വാത്തിയടന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ചരിത്രമൊക്കെ അറിയാൻ പറ്റും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴൊക്കെ ക്ഷയിച്ചു പോയി. കാലം അങ്ങനെയാണല്ലോ, മാറി മാറി മാറി. അങ്ങനെ അവിടെ നിന്ന് കല്യാണം കഴിച്ചതിലുള്ള തങ്ങന്മാരാണ് സാമ്പിക്കൽ തങ്ങന്മാരി എന്ന് പറയുന്ന തങ്ങന്മാർ. പറമ്പിന്റെ പേരാണ് സാമ്പിക്കൽ. ബുഖാറയിൽ വളപ്പിലകത്താണ് ഏറ്റവും ഒറിജിനൽ അവരുടെ നാമം. ഇവരുടെ വല്ലിപ്പയും എന്റെ വല്ലിപ്പയും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങള് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് തങ്ങന്മാര് കൂളിമുട്ടത്ത് വന്നത്. ഈ ചരിത്രമൊക്കെ ഇനി വരുന്ന വളർന്നു വരുന്ന തലമുറ എഴുതി വെക്കുകയോ പുസ്തക രൂപത്തിലാക്കുകയോ. നഹ്തുൽ ബാരിയിലൊക്കെ ഉണ്ട് ഒരുപാട് കിതാബുകൾ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പലരും. പാടൂര് കോയക്കുട്ടി തങ്ങളും അഹമ്മദ് കോയ ശാലിയാത്തി, മലബാരി മറ്റ് മദ്രാസിലുള്ള ആലിം സാഹിബ്, ഇവരൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് സമയമില്ലാത്തതിന്റെ പേരിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും ശരി, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തിനും നിങ്ങൾ ഈ കാണിക്കുന്ന ആദരവിനുമൊക്കെ തിരിച്ചു തരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. എപ്പോഴും സ്നേഹത്തിലിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞാണ്, ഒരു പുഞ്ചിരി നിങ്ങൾ നൽകുക ഒരാളെ കാണും, ആ പുഞ്ചിരി ഒരു സദക്കയായിട്ട് മാറും. ഒരിക്കലും നിങ്ങൾ പുഞ്ചിരിക്കാതിരിക്കരുത് ഒരു മനുഷ്യനെ കാണുമ്പോൾ. ആരായിട്ട് നിങ്ങളൊരു വിരോധമുണ്ടെങ്കിലും, തങ്ങന്മാരായിട്ടാകുമ്പോ പ്രത്യേകിച്ചു, എന്ത് വിഷമുണ്ടെങ്കിലും നേരെ വന്ന് വിവരം പറയാ. മനസ്സിലായോ? അങ്ങനെ ജീവിക്കണം. ഇത് മാത്രമേ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള. എല്ലാവരും എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകം ദുആ ചെയ്യുക. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിർത്തുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. ഈ വിനിതായ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകം ഹംസ മുസ്ലിയാരോട് നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.